ഷാലോം അലൈഹിം, നിങ്ങൾക്ക് സമാധാനം. ഇസ്രായേൽ എന്ന ജൂതരാജ്യം പിറവിയെടുക്കുന്നത് 1948-ലാണ്. അതിനർത്ഥം 1948 മുൻപ് ഇസ്രായേലോ ജൂതന്മാരോ ഇല്ലായിരുന്നു എന്നല്ല. കൊടൂര പീഡനത്തെ തുടർന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ ഒരു ജനസമൂഹം ദൈവത്തിന്റെ കരുണയുടെ അന്ത്യകാല പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമെന്നോണം 1948 ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രമായി ജന്മമെടുത്തു. എന്നാൽ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾക്ക് തങ്ങളുടെ നടുവിൽ ഒരു ജൂതരാഷ്ട്രത്തെ അംഗീകരിക്കുവാൻ കഴിയുമായിരുന്നില്ല. പല തവണകളായി ഇസ്രായേൽ എന്ന രാജ്യത്തെ നശിപ്പിക്കുവാൻ മുസ്ലിം രാഷ്ട്രങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനമുണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് നാം ഇപ്പോൾ കാണുന്ന യുദ്ധകോലാഹലങ്ങൾ എല്ലാം തന്നെ. പക്ഷേ 5ലധികം അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രായേൽ എന്ന കേരളത്തിന്റെ പോലും വലിപ്പമില്ലാത്ത കൊച്ചു രാജ്യത്തെ ഭൂപടത്തിൽ നിന്നും എന്നേക്കുമായി തുടച്ചു മാറ്റുവാൻ തീരുമാനിച്ച ഒരു യുദ്ധമുണ്ട്. അതാണ് 6 ദിന യുദ്ധം. ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്തു നിന്ന് ഇല്ലാതായാൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പല പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെടുകയില്ല. അന്ത്യകാലത്ത് ഏറ്റവും സുപ്രധാനമായ സംഭവങ്ങൾ അരങ്ങേറേണ്ട ഇടമാണ് ഇസ്രായേൽ. പക്ഷേ ഇസ്രായേൽ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ 5 അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് കൈകോർത്ത ഒരു ചരിത്രമുണ്ട്. അന്ന് 6 ദിവസം കൊണ്ട് ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം പരാജയപ്പെടുത്തിയത് 1-2 അറബ് രാജ്യത്തെ ആയിരുന്നില്ല. ദൈവം നൽകിയ വിജയമെന്ന് ഇസ്രായേലും ലോകം മുഴുവനും വാഴ്ത്തുന്ന ആർമി കോളേജുകളിൽ പോലും പഠന വിഷയമാക്കിയിട്ടുള്ള ത്രസിപ്പിക്കുന്ന ആ യുദ്ധവിജയത്തിന്റെ ചരിത്രമാണ് ഈ വീഡിയോ, The 6 Days War. I am Noel. It's time to reveal some mysterious things. Welcome to Paradisa. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തങ്കത്തൂലിയിൽ എഴുതപ്പെട്ട ദൈവം നൽകിയ വിജയമെന്ന് യഹൂദർ വാഴ്ത്തുന്ന മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച ഒരു സംഭവമായിരുന്നു 1967 ജൂണിൽ നടന്ന 6 ദിന യുദ്ധം. ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് 1948 രൂപം കൊണ്ട ഇസ്രായേൽ എന്ന രാജ്യം പിറവിയെടുക്കുമ്പോൾ ഇന്നത്തെ പോലെ അത്ര കരുത്തോടെ ആയിരുന്നില്ല അന്ന് അവരുണ്ടായിരുന്നത്. 1948 ശേഷം നിരവധി പ്രശ്നങ്ങൾ നേരിട്ട് അവർ വളർന്നപ്പോൾ ചുറ്റുമുള്ള ശക്തികൾ അവരെ നശിപ്പിക്കുവാനും തീരുമാനിച്ചിരുന്നു. ജൂതരാഷ്ട്രം എന്ന ചരിത്രം തന്നെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് 5 അറബ് രാജ്യങ്ങളുടെ സൈന്യം ഇസ്രായേലിന്റെ അതിർത്തികളിലേക്ക് കടന്നെത്തിയത്. എന്നാൽ വെറും 6 ദിവസം കൊണ്ട് യുദ്ധം അവസാനിക്കുമ്പോൾ അറബ് രാജ്യങ്ങൾക്ക് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമല്ല ഇസ്രായേലിന്റെ അതിർത്തികൾ 3 ഇരട്ടിയിലധികം വലുതാകുകയുമുണ്ടായി. 1967 ആ 6 ദിനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പല മാറ്റങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എല്ലാം കാരണമായി. 1948 ഇസ്രായേൽ എന്ന രാജ്യം രൂപം കൊള്ളുമ്പോൾ ഒരു യുദ്ധത്തെയൊന്നും അതിജീവിക്കേണ്ടതൊന്നും തന്നെ അവർക്കില്ലായിരുന്നു എന്ന് പറയാം. 1948 മുതൽ 1967 വരെയും ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ഇസ്രായേൽ വളരെയധികം നേരിട്ടിട്ടുണ്ട്. വെറും 19 വർഷത്തിനുള്ളിൽ 1967 മെയ് മാസത്തിൽ മറ്റൊരു വലിയ യുദ്ധം എന്ന അവസ്ഥയിൽ ഇസ്രായേൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. നാം ഇന്ന് കാണുന്നത് പോലെ അതിശക്തമായ ഒരു രാജ്യമൊന്നും ആയിരുന്നില്ല അന്ന് ഇസ്രായേൽ. 1948 ഇസ്രായേൽ അറബ് യുദ്ധത്തിൽ 5 അറബ് രാജ്യങ്ങളാണ് ജൂതർക്കുമേൽ അധിനിവേശം നടത്തുവാൻ തുനിഞ്ഞത്. ഇസ്രായേൽ അതിനെ ചെറുക്കുകയും സ്വാതന്ത്ര്യം സൃഷ്ടിച്ചെടുക്കുകയും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും അറബ് മേഖലയിൽ നിന്നുള്ള ശത്രുത വർദ്ധിക്കുന്നതിനും ഇസ്രായേലിന്റെ 3 അതിർത്തികളിലും പിന്നീടുള്ള വർഷങ്ങളിൽ സ്ഥിരമായി പ്രശ്നങ്ങൾ നടക്കുന്നതിനുമൊക്കെ തുടക്കമിടുകയാണുണ്ടായത്. ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ, അതായത് ഗോലാൻ കുന്നുകളുടെ മേഖലയിൽ സിറിയയുടെ സഹായത്തോടെയുള്ള ആക്രമണങ്ങൾ. ഇനി ഇങ്ങ് താഴെ ഈജിപ്ഷ്യൻ നിയന്ത്രണത്തിലുള്ള ഗാസ സ്ട്രിപ്പിലും നിരന്തരം പ്രശ്നങ്ങൾ. ജോർദാന്റെ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്ക് മേഖലയിലും നിരന്തരം പ്രശ്നങ്ങൾ നടക്കുകയാണ്. അറബ് രാജ്യങ്ങൾക്ക് ജൂതരോടുള്ള വെറുപ്പിന്റെ ഭാഗമെന്നോണം അടികളും തിരിച്ചടികളുമായി ഈ പ്രശ്നങ്ങൾ തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. ഇന്ത്യയോടുള്ള വെറുപ്പ് പാകിസ്ഥാൻ എങ്ങനെയാണോ കാണിക്കുന്നത് അതിന് സമാനമാണ് ഇസ്രായേലിന്റെയും അവസ്ഥ. പക്ഷേ ഇന്ത്യക്ക് ഒരു പാകിസ്ഥാന്റെ ശല്യമേ ഉള്ളൂ എങ്കിൽ ഇസ്രായേലിന്റെ ചുറ്റും മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. വെസ്റ്റ് ബാങ്കിന്റെ ഒരു മേഖലയിൽ ഇസ്രായേൽ അതിർത്തി എന്നത് വെറും 14 കിലോമീറ്റർ മാത്രമായിരുന്നു. അങ്ങനെയെങ്കിൽ ജോർദാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ആക്രമണം ഇസ്രായേലിനെ 2 രാജ്യമാക്കി മാറ്റുവാൻ പോലും പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. മറ്റൊന്ന് ജോർദാൻ നദിയായിരുന്നു.
ഇസ്രായേലിന് നിർണായകമായ ജലം നൽകിയിരുന്ന ജോർദാൻ നദി വഴിതെരിച്ചു വിടുന്നതിന് അറബ് മേഖല 1964 മുതൽ തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചു. അതിലൂടെ ഇസ്രായേലിനെ പ്രതിസന്ധിയിലാക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. ഇത്തരത്തിൽ ഇരു മേഖലകളും തമ്മിൽ പരസ്പരം പോരടിക്കുകയും പല തവണകളായി അനൌദ്യോഗികമായെങ്കിൽ പോലും ആക്രമണങ്ങൾ നടക്കുകയുമുണ്ട്. 1967 മെയ് മാസത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേലിലും മറ്റു പല തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നടന്നു. അതിനപ്പുറം അന്നത്തെ UN സെക്രട്ടറി ജനറൽ ആയിരുന്ന ഉത്താദ് ഇസ്രായേലിനെതിരെ ഇത്തരത്തിൽ നടക്കുന്ന ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തു. അറബ് രാജ്യങ്ങളിലെ പ്രവൃത്തികൾ സമാധാന ശ്രമങ്ങളെ നശിപ്പിക്കുന്നതാണ് എന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. എന്നാൽ 1949 വെടിനിർത്തലിന് ശേഷവും എത്രയോ കാലങ്ങൾ വരെയും അറബ് രാജ്യങ്ങൾ ഇസ്രായേൽ അതിർത്തികളെ അംഗീകരിക്കുവാൻ കൂട്ടാക്കിയിരുന്നില്ല. 1949 വെടിനിർത്തൽ അതിർത്തി എന്നത് അറബ് മേഖലകൾക്ക് യുദ്ധം തുടരുന്നതിനുള്ള ഒരിടമായി മാത്രം മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം 1967 സംഭവങ്ങൾ ആകെ മാറിമറിഞ്ഞ് വീണ്ടും അറബ് ഇസ്രായേൽ യുദ്ധത്തിന് കളമൊരുങ്ങുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ അറബ് രാജ്യങ്ങളിൽ പ്രതിഷേധം സൃഷ്ടിച്ചു. ആ സമയത്ത് വന്ന പല രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ സന്ദേശങ്ങളിലും ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നു എന്ന നിഗമനവും വന്നതോടെ അറബ് രാജ്യങ്ങൾ അതിർത്തിയിൽ കൂടുതൽ ഫോഴ്സിനെ അയക്കുവാൻ തീരുമാനിച്ചു. 1967 മെയ് മാസത്തിലുണ്ടായ ചില ഭീകരാക്രമണങ്ങളും അതിനെ തുടർന്നുണ്ടായ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകളും പ്രശ്നം തണുപ്പിക്കുന്നതിന് പകരം വലുതാക്കുകയാണ് ഉണ്ടായത്. ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ സമാധാനം ഉണ്ടാകണം എന്ന ആശയത്തിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിന്റെ നാശമല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന തീരുമാനമാണ് ഉണ്ടായത്. അറബ് ഇസ്രായേൽ പ്രശ്നം കൂടുതൽ മോശമാകുവാൻ തുടങ്ങി. അങ്ങനെ നിർണായകമായ ആ ദിവസം വരികയാണ്. 1967 മെയ് 14 സോവിയറ്റ് യൂണിയന്റെ ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് ഒരു സന്ദേശം വരികയുണ്ടായി. ഇസ്രായേൽ രഹസ്യമായി സൈനിക നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും സിറിയയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നതുമായിരുന്നു അത്. പക്ഷേ മിഡിൽ ഈസ്റ്റിലെ ആ കാലത്തെ ഏറ്റവും വലിയ ശക്തി എന്നത് ഈജിപ്തായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ, അതായത് ഇന്നത്തെ റഷ്യയും ഈജിപ്തും വളരെ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. ഭൂപടത്തിൽ റഷ്യ എന്ന രാജ്യം എത്രയോ വലുതാണോ അതിനേക്കാൾ വലുതായിരുന്നു അന്നത്തെ കാലത്ത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ അറബ് രാജ്യങ്ങൾക്ക് ആയുധ സഹായം ഉൾപ്പെടെ റഷ്യയിൽ നിന്ന് ലഭിക്കുമായിരുന്നു. നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാതെ അറബ് രാജ്യങ്ങളിലൂടെ ആക്രമണം നടത്തുവാൻ റഷ്യയ്ക്ക് സാധിക്കുകയും ചെയ്യുമായിരുന്നു. അതായത് യുദ്ധമുണ്ടായാൽ ഇസ്രായേലോ യഹൂദന്മാരോ ഭൂമുഖത്ത് ഇനി ഉണ്ടാവില്ല. എതിരെയുള്ള അറബ് രാജ്യങ്ങളെല്ലാം തങ്ങളെക്കാൾ ശക്തരും വലിയതുമായ രാജ്യങ്ങളുമാണ്. കൂടാതെ യഹൂദനെയും ക്രിസ്ത്യാനിയെയും കൊന്നുകളയണമെന്ന ഖുറാനിലെ വാക്യങ്ങളുടെ പിൻബലവും അറബ് രാജ്യങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകി. 6 ദിന യുദ്ധ സമയത്ത് ഈജിപ്തിന്റെ പ്രസിഡന്റ് പ്രശസ്തനായ ഗമാൽ അബ്ദുൽ നാസർ ആയിരുന്നു. മെയ് 14 ഈജിപ്തിന്റെ സൈന്യം സോവിയറ്റ് യൂണിയന്റെ സന്ദേശപ്രകാരം സീനായ് പെനിൻസുലയിലേക്ക് സൈനിക നീക്കം ആരംഭിക്കുകയാണ്. ഈജിപ്തിനും ഇസ്രായേലിനും ഇടയിലുള്ള പൊതുവെ ബഫർ സോണായി കണക്കാക്കപ്പെട്ടിട്ടുള്ള സീനായ് മേഖലയിലേക്ക് അങ്ങനെ ഈജിപ്തിന്റെ സൈനിക നീക്കം നടക്കുകയാണ്. 1956 സൂയസ് കനാലുമായി ബന്ധപ്പെട്ട് ഈജിപ്തിനും ഇസ്രായേലിനും ഇടയിൽ രണ്ടാം അറബ് ഇസ്രായേലി യുദ്ധമുണ്ടായപ്പോൾ രണ്ട് രാജ്യങ്ങളുടെയും സൈന്യത്തെ അവിടെ നിന്നും മാറ്റി അവിടെ UN ഗ്രൂപ്പിനെ കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ ഇസ്രായേൽ ഈജിപ്ത് അതിർത്തികൾ സമാധാനത്തിനായി UNന്റെ ഫോഴ്സും പിന്നീട് അവിടെ നിലകൊണ്ടു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് സിറിയയിലേക്ക് ആക്രമണം ഉണ്ടാകുമെന്ന റഷ്യയുടെ സന്ദേശം തെറ്റാണ് എന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ കണ്ടെത്തിയെങ്കിലും ഈജിപ്തിന്റെ സൈനിക നടപടി അവിടെ നിർത്തുകയുണ്ടായില്ല. അവർ ഇസ്രായേൽ അതിർത്തികളിലേക്ക് സൈനിക മുന്നേറ്റം തുടരുകയാണ് ഉണ്ടായത്. എന്നാൽ മെയ് 16 അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ യുദ്ധം വരാൻ പോവുകയാണ് എന്നും ഇസ്രായേൽ എന്ന രാജ്യം ഇനി ഭൂമിയിൽ ഉണ്ടാകില്ല എന്നും ലോകം മുഴുവൻ വിശ്വസിച്ചു തുടങ്ങി. അറബ് നാട്ടിലെ ജനങ്ങൾ വൻ ജാഥകളും സമ്മേളനങ്ങളും നടത്തിക്കൊണ്ട് സീനായ് പെനിൻസുലയിലെ ഐക്യരാഷ്ട്ര സഭയുടെ സൈന്യത്തെ പുറത്താക്കൂ എന്നും മുദ്രാവാക്യങ്ങൾ ഉയർന്നുണ്ടായി. സമാധാനത്തിന് വേണ്ടി UN മിലിറ്ററി ഇവിടെ നിന്നും പിൻവാങ്ങിയാൽ പിന്നെ യുദ്ധമാണ് അടുത്തത്. തുടർന്ന് ഈജിപ്തിന്റെ പ്രസിഡന്റായ ഗമാൽ അബ്ദുൽ നാസർ സീനായ് മേഖലയിൽ നിന്ന് UNന്റെ പീസ് കീപ്പിംഗ് ഫോഴ്സിനോട് പിന്മാറുവാൻ ഉത്തരവ് കൽപ്പിച്ചു. അതോടെ മറ്റ് നടപടികളില്ലാതെ തന്നെ UN സേന പിന്മാറുകയും ചെയ്തു. ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗമായ സോവിയറ്റ് യൂണിയന്റെ ഈജിപ്തിനോടുള്ള പിന്തുണ UN ഇടപെടൽ ഇല്ലാതാകുന്നതിന് ഒരു കാരണമായതായിരിക്കാം. അമേരിക്ക ഇടപെട്ടാൽ മറുവശത്ത് അറബ് രാജ്യങ്ങൾക്കൊപ്പം റഷ്യയും ജോയിൻ ചെയ്യും. അത് വീണ്ടും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യും. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ക്ഷീണം ലോകരാജ്യങ്ങളെല്ലാം അനുഭവിക്കുന്ന സമയമായിരുന്നതുകൊണ്ട് യുദ്ധം ഒഴിവാക്കുവാൻ എല്ലാ രാജ്യങ്ങളും ആഗ്രഹിച്ചു. ഏതായാലും സീനായ് മേഖലയിൽ നിന്നും UN സേന പിന്മാറിയതോടെ
ഇസ്രായേലിന്റെ സദേൺ അതിർത്തികൾ ഒരു ആക്രമണ സാധ്യത മുന്നിൽ കണ്ടു തുടങ്ങി. ഈജിപ്ത് കൂടുതൽ സൈന്യത്തെ ഇറക്കി യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി തുടങ്ങി. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിർത്തിയിൽ ഏതാണ്ട് 80,000-ഓളം സൈനികരെയും 550-ഓളം ടാങ്കുകളുമൊക്കെയാണ് സീനായ് മേഖലയിലേക്ക് ഈജിപ്തിന്റെ യുദ്ധത്തിന് വേണ്ടി അണിനിരത്തിയത്. ഈ സമയം ഇസ്രായേലിന്റെ പട്ടാളക്കാർ അവധി ആഘോഷിക്കുന്നതിനായി പോയിരിക്കുന്നതിന്റെ ബീച്ചിലെയും മറ്റും ചിത്രങ്ങൾ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അറബ് രാജ്യങ്ങൾക്ക് ഇരട്ടി പ്രതീക്ഷയുണ്ടാക്കി. കാരണം ഇനിയൊരു സൈനിക നീക്കത്തിനോ യുദ്ധത്തിനായുള്ള പ്ലാനിങ്ങിനോ ഒന്നും ഇസ്രായേലിന് സമയം കിട്ടില്ല. ഈ ചിത്രങ്ങൾ ലോകമാധ്യമങ്ങളിൽ പോലും വലിയ ചർച്ചയുണ്ടാക്കി. അവധിയിലുള്ള സൈനികരെയെല്ലാം തിരികെ വിളിക്കുമ്പോഴേക്കും ഇസ്രായേൽ ഭൂമുഖത്ത് പോലും കാണില്ല. ഇസ്രായേൽ അതിർത്തിയിൽ ഈജിപ്തിന്റെ എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി. ഈജിപ്തിന്റെ കെയ്റോ റേഡിയോയിലൂടെ അവർ പറഞ്ഞു, UN ഫോഴ്സ് ഇനി ഇസ്രായേലിനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇസ്രായേലിന്റെ അവസാനം ഉണ്ടാകാൻ പോവുകയാണ്. റേഡിയോ സന്ദേശം കേട്ട അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ആഘോഷം ആരംഭിച്ചു. അറബ് ജനങ്ങൾ ഒന്നിച്ച് യുദ്ധത്തിനായും വിജയത്തിനായും കാത്തിരുന്നു. ഇസ്രായേൽ ഇനി ഭൂമിയിൽ ഉണ്ടാകില്ല എന്ന ജനപ്രതികരണം കൂടി വർദ്ധിച്ചതോടെ യുദ്ധം ഉണ്ടാകുമെന്നത് ഉറപ്പായി. ഇസ്രായേൽ ഈ സമയം 3 ഭാഗത്തു നിന്നും വളയപ്പെട്ടു കഴിഞ്ഞു. 3 ഭാഗത്തു നിന്നും ഒരുമിച്ചൊരു ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിന് ഒന്നും ചെയ്യാനാകില്ല എന്നത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഇസ്രായേലിന്റെ അതിർത്തികളിലേക്ക് ഈജിപ്തിന്റെ സൈനിക മുന്നേറ്റം കണ്ട ഇസ്രായേലിലെ ജനങ്ങളിൽ ഭീതി വർദ്ധിച്ചു. എത്രയോ വർഷങ്ങൾ എത്രയോ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി കഴിയേണ്ടി വന്ന ഇസ്രായേൽ ജനത്തിന് സ്വന്തമായി ഒരു രാജ്യം ലഭിച്ചിട്ട് ആ കൊതി തീരും മുൻപേ ചാരമായി മാറാൻ പോവുകയാണോ എന്ന സങ്കടം എല്ലാവരെയും ഭയപ്പെടുത്തി. ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു. സമാധാന ചർച്ചയ്ക്ക് അന്താരാഷ്ട്ര ഇടപെടലിന് ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഇവിടെ നിർണായകമായ ഒരിടമാണ് ഇസ്രായേലിന്റെ സദേൺ മേഖലയിലെ തുറമുഖമായ ഇലാട്ട് എന്നത്. ഇസ്രായേലിന്റെ നിർണായകമായ റിസോഴ്സ് സപ്ലൈ ചെയ്യുന്ന ഗൾഫ് ഓഫ് അക്കാബ മേഖലയിൽ തടസ്സം സൃഷ്ടിച്ചാൽ മാത്രമേ ഇസ്രായേൽ യുദ്ധത്തിന് ഇറങ്ങൂ എന്ന് ഇസ്രായേൽ ഈ സമയം പ്രസ്താവിക്കുന്നുണ്ട്. സീനായ് മേഖലയിലെ ഈജിപ്ഷ്യൻ സൈനിക വിന്യാസത്തെ തുടർന്നായിരുന്നു ഇത്. ഇസ്രായേലിലേക്കും ഒപ്പം കിഴക്കൻ മേഖലയിലേക്ക് ഇസ്രായേലി കപ്പലുകളുടെ സഞ്ചാരം സാധ്യമാകുന്ന നിർണായകമായ ഒരിടമാണ് ഗൾഫ് ഓഫ് അക്കാബയും ഇലാട്ട് പോർട്ടുമെല്ലാം. 1967 മെയ് 23 ഇസ്രായേൽ ഈജിപ്ത് അതിർത്തി മേഖലയിൽ ഒരു യുദ്ധത്തിനായുള്ള എല്ലാം ഒരുങ്ങി തുടങ്ങി. ഈജിപ്തിന്റെ 80,000-ലധികം വരുന്ന പടയാണ് ഇസ്രായേൽ അതിർത്തികളിൽ ഒരു ഓർഡറിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. സമാധാനം നിലനിർത്തുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന UN പീസ് കീപ്പിംഗ് ഫോഴ്സ് ഈ മേഖലയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. പത്രങ്ങൾ മുൻകൂട്ടി വാർത്തകൾ തയ്യാറാക്കി ഇസ്രായേലിന് വേണ്ടിയുള്ള ചരമക്കോളം ഒരുക്കി കാത്തിരുന്നു. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ലെവി എഷ്കോൾ തങ്ങൾ യുദ്ധം തുടങ്ങില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു വെച്ചു. ഒപ്പം കിഴക്കൻ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന ഇലാട്ട് പോർട്ടിലേക്കുള്ള ഇന്റർനാഷണൽ വാട്ടർവേ ഈജിപ്ത് തടസ്സപ്പെടുത്തിയാൽ മാത്രമേ ഇസ്രായേൽ പ്രതികരിക്കൂ എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സദേൺ പോർട്ടായ ഇലിയാട്ടിലേക്കുള്ള ഗൾഫ് ഓഫ് അക്കാബ വഴി തുറക്കുന്നത് സ്ട്രെയ്റ്റ്സ് ഓഫ് ദ ടിറാനിലേക്കാണ്. സ്ട്രെയ്റ്റ് ഓഫ് ദ ടിറാൻ ബ്ലോക്ക് ചെയ്താൽ ഇസ്രായേലിന്റെ എല്ലാവിധ പ്രധാന കപ്പൽ ഗതാഗതവും താളം തെറ്റും. സ്ട്രെയ്റ്റ് ഓഫ് ദി ടിറാൻ ബ്ലോക്ക് ചെയ്യുവാനായിട്ട് ഈജിപ്തിന് പറ്റുകയും ചെയ്യും. എന്നാൽ 1967 മെയ് 23 അത് തന്നെയാണ് സംഭവിച്ചത്. പ്രസിഡന്റായ നാസർ സ്ട്രെയ്റ്റ് ഓഫ് ദി ടിറാനിൽ തടസ്സം സൃഷ്ടിക്കുവാൻ ആവശ്യപ്പെടുകയും ഈജിപ്ഷ്യൻ സേന അവിടെ ബ്ലോക്കേഡ് കൊണ്ടുവരികയും ചെയ്തു. ഇതോടെ ഗൾഫ് ഓഫ് അക്കാബയിലേക്കും ഇസ്രായേലിലേക്കും സദേൺ പോർട്ടായ ഇലിയാട്ടിലേക്കുമുള്ള കപ്പൽ ഗതാഗതങ്ങളെല്ലാം തന്നെയും പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഏതായാലും സ്ട്രെയ്റ്റ് ഓഫ് ദി ടിറാൻ തടസ്സപ്പെടുത്തിയത് ഒരു വലിയ പ്രശ്നത്തിന്റെ തുടക്കമായി മാറുകയാണ് ഉണ്ടായത്. ഈ നടപടി 1956 UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ 118 ഖനിക്കുന്നതായിരുന്നു. ഈജിപ്ത് അത്രമാത്രം ഈ യുദ്ധം ആഗ്രഹിച്ച് കൊതിയോടെയാണ് കാത്തിരുന്നത്. ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന നാസർ ടോട്ടൽ വാർ എന്ന മുദ്രാവാക്യം ഉയർത്തുകയുണ്ടായി. അറബ് രാജ്യങ്ങൾ ഒരുമിച്ചുള്ള ശക്തി എന്നത് ഇസ്രായേലിന് തടുക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു രാജ്യത്തിനെതിരെയുള്ള യുദ്ധം തന്നെ കഷ്ടമായിരുന്ന സമയത്താണ് ഒരു കുഞ്ഞൻ രാജ്യത്തിനെതിരെ 5 വമ്പൻ രാജ്യങ്ങൾ കൈകോർക്കുന്നത്. ഗൾഫ് ഓഫ് അക്കബയിലേക്കുള്ള വഴി തടഞ്ഞത് ഇസ്രായേലിന് യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് എന്ന് ഞങ്ങൾക്കറിയാമെന്നും ഇനിയൊരു യുദ്ധം വരികയാണ് എങ്കിൽ ഇസ്രായേലിന്റെ അവസാനമായിരിക്കുമെന്നും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ തന്നെ പരസ്യമായി അന്ന് പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ പോലും അറബ് രാജ്യങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ല. ഈജിപ്തിന് പിന്തുണയുമായി 5 അറബ് രാജ്യങ്ങളും തങ്ങളുടെ സൈന്യത്തെ മുൻനിരയിലേക്ക് അയക്കുകയുണ്ടായി. അറബ് ജനത ഒന്നടങ്കം ഇസ്രായേലിനെ നശിപ്പിക്കൂ എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി. ജോർദാനോട് ഈ അവസ്ഥയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ഇസ്രായേൽ അഭ്യർത്ഥിച്ചുവെങ്കിലും അതുണ്ടായില്ല. പകരം ഈജിപ്തും ജോർദാനും തമ്മിൽ വീണ്ടും ഒരു കരാറിൽ ഒപ്പിടുകയാണ് ഉണ്ടായത്. അതോടെ അവരും യുദ്ധത്തിലേക്ക് എന്ന് തോന്നിപ്പിച്ചു. ഈജിപ്തിന്റെ സൈന്യത്തോടൊപ്പം ജോർദാൻ, സിറിയ, ലെബനൻ എന്നിവരുടെ സൈന്യവും ഇസ്രായേൽ അതിർത്തികളിലുണ്ടെന്നും ഇറാഖ്, അൾജീരിയ, കുവൈറ്റ് തുടങ്ങി പല അറബ് രാജ്യങ്ങളുടെയും സൈനികർ തങ്ങൾക്ക് പിന്നിൽ സജ്ജരായി നിൽക്കുന്നുണ്ട് എന്നും നാസർ പ്രസ്താവന ഇറക്കി. സദേൺ പോർട്ടായ ഇല്യാത്തിലെ ഉപരോധത്തെ തകർക്കുവാൻ അമേരിക്കൻ കപ്പൽപ്പട വരുമെന്ന് സൂചിപ്പിച്ചെങ്കിലും അതുണ്ടായില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു നടപടിയും സോവിയറ്റ് യൂണിയനെയും ഈ കളത്തിലേക്ക് ഇറക്കുമെന്ന പേടിയിലായിരുന്നു ഇത്.
അങ്ങനെ ഇസ്രായേലിലെ അതിർത്തി മേഖലകൾ എല്ലാം തന്നെ എതിർശക്തികൾ നിറഞ്ഞു കഴിഞ്ഞു. സീനായ് മേഖലയിൽ ഈജിപ്തിന്റെ 80,000 സൈനികരും വെസ്റ്റ് ബാങ്ക് മേഖലയിൽ ജോർദാന്റെ 60,000 സൈനികരും നിലയുറപ്പിച്ചു. അവർക്ക് സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഇറാഖി സൈന്യവും നിലകൊണ്ടു. വടക്കൻ അതിർത്തി മേഖലകളിൽ സിറിയയുടെ 50,000 സൈനികരും നിറഞ്ഞു. 600-ലധികം പോർ വിമാനങ്ങളും ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ഇസ്രായേലിനെ തോൽപ്പിക്കുകയല്ല, എന്നേക്കുമായി തുടച്ചു നീക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. ഗോലിയാത്തിനെ പോലെയുള്ള ഈ അറബ് സൈന്യത്തിന്റെ ശക്തി ഇസ്രായേലിന്റെ സൈനിക ബലത്തിലും എത്രയോ അധികമായിരുന്നു. യുദ്ധത്തിനായി തന്നെ ഇസ്രായേലും ഒരുക്കങ്ങൾ തുടങ്ങി. തോൽവിയെ തന്നെ അവർ മുന്നിൽ കണ്ടു. ഇസ്രായേലിൽ അടിയന്തര നടപടികളും ഈ സമയം സ്വീകരിക്കുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയായിരുന്ന ലെവി എഷ്കോൾ രാജ്യത്തെ ആ സമയം അഭിസംബോധന ചെയ്യുകയുണ്ടായി. പേടിച്ച ഇസ്രായേൽ ജനത്തെ പൂർണ്ണമായും തണുപ്പിക്കുവാൻ എന്നാൽ ആ പ്രസംഗത്തിന് ആയില്ല. ഇസ്രായേലിൽ രഹസ്യമായി പല അടിയന്തര യോഗങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഈ സമയം നടക്കുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയായ എഷ്കോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ പൂർണ്ണ ചുമതല ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന മോഷെ ദയാന് നൽകുകയുണ്ടായി. മോഷെ ദയാൻ, ഈ പേര് ഒന്ന് ഓർത്തു വെച്ചോളൂ. 1948 യുദ്ധത്തിലും 1956 യുദ്ധത്തിലും പോരടിച്ച് വിജയിപ്പിച്ച മോഷെ ദയാൻ എന്ന പേരും വ്യക്തിത്വവുമൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടുമുള്ള ഇസ്രായേൽ എന്ന പൊതുരാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ ചിഹ്നം കൂടിയായിരുന്നു. അത്രയേറെ പോപ്പുലർ ഫിഗർ ആയിരുന്നു മോഷെ ദയാൻ എന്ന് പറയാം. 1967 യുദ്ധത്തിന് വെറും ഒരു ദിവസത്തിന് മുന്നെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുകൂടി ഓർക്കണം. അങ്ങനെ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. 1967 ജൂൺ 4 രാത്രിയിൽ ഇസ്രായേലിൽ ഒരു ക്യാബിനറ്റ് കൂടുകയുണ്ടായി. ഈജിപ്ത്, ജോർദാൻ, സിറിയ തുടങ്ങിയവരുടെ സൈന്യങ്ങളൊക്കെയും ഇസ്രായേലിന്റെ അതിർത്തികളിൽ എത്തിയിരിക്കുന്നുവെന്നും ആക്രമണം ഉണ്ടായാൽ അത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേലും യുദ്ധത്തിലേക്ക് പോകുവാൻ തീരുമാനമെടുക്കുകയാണ്. വാർ ഓഫ് നോ ചോയ്സ് എന്ന് അതിനെ അവർ വിളിക്കുകയുണ്ടായി. അങ്ങനെ പ്രധാനമന്ത്രിയായ ലെവി എഷ്കോളിനും ഡിഫൻസ് മിനിസ്റ്ററായ മോഷെ ദയാനും യുദ്ധത്തിനും അതിനോട് അനുബന്ധിച്ചുള്ള പ്രീ എൻട്രി മിലിറ്ററി ആക്ഷനും നടത്തുന്നതിന് വേണ്ടിയുള്ള ക്യാബിനറ്റ് അംഗീകാരം നൽകുകയാണ്. എന്നാൽ ആ മിലിറ്ററി ആക്ഷൻ എന്തായിരിക്കുമെന്ന് പുറത്ത് ആരും അറിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ 7 മണി വരെയും അതങ്ങനെ തന്നെ തുടർന്നു. 1967 ജൂൺ എന്നത് മിഡിൽ ഈസ്റ്റിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മാസമായി മാറുവാൻ മണിക്കൂറുകളുടെ ആവശ്യമേ ഉണ്ടായിരുന്നു. യുദ്ധ സാഹചര്യത്തിൽ ഇസ്രായേലിനെ വളഞ്ഞത് അറബ് രാജ്യങ്ങളുടെ ചുരുങ്ങിയത് 2 ലക്ഷത്തിലധികം സൈനികരും 1000-ലധികം ടാങ്കുകളും ഒക്കെ നിലകൊള്ളുന്ന സമയത്താണ് ഇസ്രായേൽ യുദ്ധമുഖത്ത് സുപ്രധാനമായ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും അത് മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കുന്നതും. ഇതാണ് ഓപ്പറേഷൻ ഫോക്കസ്. സോവിയറ്റ് യൂണിയന്റെ അനുഗ്രഹാശിഷുകളുള്ള 600-ലധികം ഫൈറ്ററുകളുള്ള ഈജിപ്ഷ്യൻ എയർഫോഴ്സ് എന്നത് മിഡിൽ ഈസ്റ്റിലെ ആ കാലത്തെ ഏറ്റവും വലിയ ശക്തമായ വ്യോമസേനയായിരുന്നു. യുദ്ധമുണ്ടാകുമ്പോൾ ഒരു രാജ്യത്തിന് വിജയം ഉറപ്പിക്കുവാൻ കഴിയുന്ന അവരുടെ എയർഫോഴ്സിന്റെ കരുത്തിലാണ്. ഈജിപ്തിന് മാത്രം 600 ഫൈറ്ററുകൾ ഉള്ളപ്പോൾ ഇസ്രായേലിന് മൊത്തം ഉണ്ടായിരുന്നത് 200 ഫൈറ്ററുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ അത്രയും വലിയ ഒരു എതിരാളിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ഏക സാധ്യതയായി പ്രീ എൻട്രി സ്ട്രൈക്ക് മാറുകയായിരുന്നു. ഇത്തരമൊരു സന്ദർഭത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ പദ്ധതികളും തയ്യാറാക്കുവാൻ തുടങ്ങി. ഏതായാലും 1967 ജൂൺ 5 രാവിലെ അവർ പദ്ധതി നടപ്പിൽ വരുത്തുകയുണ്ടായി. അതിനെ അവർ ഓപ്പറേഷൻ ഫോക്കസ് എന്ന് വിളിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ ഫോക്കസ് അഥവാ ഇസ്രായേലിന്റെ യുദ്ധ പദ്ധതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകൾ ഈജിപ്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ 11 ബേസുകളെയും ഫൈറ്റർ വിമാനങ്ങളെയും തകർക്കുക എന്നത് മാത്രം. ഒരല്പം പിഴച്ചാൽ ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേൽ ഭൂപടത്തിലേക്ക് കാണില്ല. എന്നാൽ അത്യപൂർവമായ ചലഞ്ചിങ് മിഷനാണ് സത്യത്തിൽ അന്ന് നടന്നത്. മേജർ ജനറൽ മോത്തിഹോദിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഇസ്രായേൽ ഫൈറ്റർ പൈലറ്റുമാരോട് സജ്ജരാകുവാൻ ആവശ്യപ്പെട്ടു. ഇനി മടങ്ങി വരില്ല എന്ന് പൈലറ്റുമാർക്ക് എല്ലാം നന്നായി അറിയുമായിരുന്നു. കാരണം സജ്ജരായി നിൽക്കുന്ന 2 ലക്ഷം യുദ്ധ സൈനികരുടെ നടുവിലേക്ക് കടന്നു ചെല്ലുന്നത് ചാവേറിനെ പോലെയാണ്. പിന്നീട് ഒരു തിരിച്ചുവരവ് തങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല. കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഉണ്ടാകില്ല എന്നും നിങ്ങൾ പറ്റുന്ന അത്ര താഴ്ന്നു പറക്കണമെന്നും നമ്മുടെ സഹോദരങ്ങളിൽ പലരും നിങ്ങളുടെ കൺമുമ്പിൽ മരിച്ചു വീഴുന്നത് കണ്ടാൽ പോലും നിങ്ങൾ ഓരോരുത്തരുടെയും ആദ്യ ലക്ഷ്യമെന്നത് ഈജിപ്തിന്റെ ബേസുകളും റൺവേകളും ഗ്രൗണ്ട് ചെയ്യപ്പെട്ട വിമാനങ്ങളും തകർക്കുക എന്നത് മാത്രമായിരിക്കണമെന്ന് നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടു. നമ്മളിവിടെ പരാജയപ്പെട്ടാൽ ഇസ്രായേൽ ഇല്ലാതാകുമെന്നും അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും വിജയിക്കാൻ ഇറങ്ങുന്നു എന്നും അവർ ഓരോരുത്തരും പ്രതിജ്ഞ കൂടിയെടുത്തു. അങ്ങനെ വെറും 200 ഫൈറ്റർ ജെറ്റുകൾ മാത്രമുള്ള ഇസ്രായേൽ എന്ന രാജ്യം ഈജിപ്ത് എന്ന വമ്പൻ രാജ്യവുമായി പോരിനിറങ്ങുകയാണ്. അറബ് രാജ്യങ്ങളിലെ ജനങ്ങളെല്ലാം തന്നെയും ഈ സമയം ആഘോഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഭാഗ്യമുണ്ടായാൽ പോലും ഇസ്രായേൽ വിജയിക്കില്ല. കാരണം എതിർഭാഗത്ത് 6 രാജ്യങ്ങളാണ് ഇപ്പോൾ അണിനിരന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഒരിക്കലും ഇസ്രായേൽ രക്ഷപ്പെടില്ല എന്ന് ലോകം മുഴുവനും വിധി എഴുതുകയും ചെയ്തു. 1967 ജൂൺ 5 രാവിലെ 7:45 കൃത്യമായി ആക്രമണം നടത്തണമെന്ന നിർദ്ദേശവും വന്നു. അതിനനുസരിച്ച് ഇസ്രായേലിലെ ഫൈറ്റർ ജെറ്റുകൾ ഒരുങ്ങി.
പല തവണകളായുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുക എന്നത് തന്നെയായിരുന്നു പദ്ധതി. ഈ സമയം ഇസ്രായേലിലെ യുദ്ധസജ്ജമായ ഫൈറ്ററുകൾ എന്നത് 196 എണ്ണം മാത്രമായിരുന്നു. അതിൽ 12 എണ്ണം ഒഴികെ ബാക്കി എല്ലാം തന്നെയും ഓപ്പറേഷൻ ഫോക്കസിനായി ഒരുങ്ങി. ഇസ്രായേൽ എന്ന രാജ്യത്തെ കാക്കുവാൻ ഇനി ബാക്കിയുള്ളത് 12 ഫൈറ്ററുകൾ മാത്രം. അങ്ങനെ ജൂൺ 5 രാവിലെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇസ്രായേൽ ഫൈറ്ററുകൾ ഈജിപ്തിന്റെ എയർഫോഴ്സ് ലക്ഷ്യമാക്കി പറന്നു. മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ റഡാർ ഡിറ്റക്ഷൻ ഒഴിവാക്കുന്നതിനായി പരമാവധി താഴ്ന്നാണ് ഇസ്രായേലി ഫൈറ്ററുകൾ അന്ന് പറന്നത്. പരമാവധി താഴ്ന്നു പറന്നതുകൊണ്ടാകണം ഈജിപ്തിന്റെ റഡാറുകൾ എയർ ട്രാഫിക്കിലെ അൺയൂഷ്വൽ മൂവ്മെന്റ്സുകൾ ഒന്നും തന്നെ കണ്ടെത്തിയില്ല. എന്നാൽ ജോർദാന്റെ റഡാറുകൾ ഇത് കണ്ടെത്തുന്നു. ജോർദാൻ അപ്പോൾ തന്നെയും ഈജിപ്തിന് സന്ദേശം നൽകിയെങ്കിലും കോഡ് നെയിമിലെ മാറ്റത്തെ തുടർന്ന് അത് കെയ്റോയിൽ എത്തുകയുണ്ടായി. ആ സമയത്ത് ഈജിപ്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന ഫീൽഡ് മാർഷൽ അബ്ദുൽ ഹക്കീം അമർ ആ സമയം ഒരു യാത്രയിലായിരുന്നു. അമറിന്റെ പ്ലെയിനായി എയർ ഡിഫൻസ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുവാൻ വേണ്ടി എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ ഈ സമയം ഈജിപ്ത് നിർത്തിവെക്കുകയുണ്ടായി. ദൈവം ഇസ്രായേലിന് അനുകൂലമായി കൂടെ നിന്ന സമയമായിരുന്നു പിന്നീട് അങ്ങോട്ട് മുഴുവൻ. ഈജിപ്ഷ്യൻ ഫൈറ്ററുകളുടെ പൊതുവെ രാവിലെയുള്ള പെട്രോളിങ്ങിനപ്പുറം ബ്രേക്ക്ഫാസ്റ്റ് സമയത്തിനുള്ള ഇടവേള കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിന്റെ കടുത്ത ആക്രമണം ഉണ്ടാകുന്നത്. റഡാർ ഡിറ്റക്ഷനും താഴെ പറന്നതുകൊണ്ടോ ഈജിപ്ഷ്യൻ സേന ഇത് കാണാതിരുന്നതുകൊണ്ടോ ഇത്തരത്തിൽ തെറ്റുകളുടെ ഒരു കൂമ്പാരം ഈജിപ്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ ഇസ്രായേലിന് അത് കൂടുതൽ എളുപ്പമായി മാറി. അങ്ങനെ കുതിച്ചെത്തിയ ഇസ്രായേലിന്റെ ഫൈറ്ററുകൾ ഈജിപ്തിന്റെ മേഖലകളിലേക്ക് കടക്കുകയും ഈജിപ്തിന്റെ എയർഫോഴ്സ് ബേസുകൾക്ക് നേരെ, കൃത്യമായി പറഞ്ഞാൽ 11 ബേസുകൾക്ക് നേരെ അപ്രതീക്ഷിതമായ ആദ്യ വേവ് ആക്രമണം നടത്തുകയുണ്ടായി. ആദ്യമേ തന്നെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ബേസുകളിലെ റൺവേകളെയായിരുന്നു. റൺവേ ഇല്ലെങ്കിൽ ഫൈറ്ററുകൾക്ക് പിന്നെ പറന്നുയരാൻ കഴിയില്ല. ഈജിപ്ഷ്യൻ പൈലറ്റുമാർക്ക് അവരുടെ ജെറ്റുകളെ തയ്യാറാക്കി പറത്താനുള്ള സമയം പോലും നൽകാതെ ഇസ്രായേൽ ഞൊടിയിടയിൽ വീണ്ടും ആക്രമണം നടത്തി. യുദ്ധസജ്ജമായി പറന്നുയരുവാൻ ഗ്രൗണ്ട് ചെയ്യപ്പെട്ട മിക്ക വിമാനങ്ങളെയും ഇസ്രായേൽ ഫൈറ്ററുകൾ തകർത്തു കളഞ്ഞു. 8 മിനിറ്റിനുള്ളിൽ ഇസ്രായേലിന്റെ അടുത്ത വേവ് ആക്രമണങ്ങളും ഉണ്ടായി. ഏറ്റവും എഫിഷ്യന്റ് ആയ അമേരിക്കൻ സൈന്യത്തിന് പോലും രണ്ടാമതൊരു പറക്കലിന് 30 മിനിറ്റ്, ഒരു ഫ്ലൈറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട സമയത്ത് വെറും 8 മിനിറ്റിൽ ഇസ്രായേൽ ഫൈറ്ററുകൾ തയ്യാറായത് എങ്ങനെയെന്നത് ആർമി കോളേജുകളിൽ ഇന്നും പഠന വിഷയമാണ്. ഇത്തവണ 14 ബേസുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഈ സമയം ഈജിപ്തിന് കാര്യമായ തോതിൽ പ്രതിരോധിക്കുവാനോ തിരിച്ചാക്രമിക്കാനോ ഒന്നും പറ്റുകയുണ്ടായില്ല. വീണ്ടും 3ാം വേവ് ആക്രമണങ്ങളും ഉണ്ടായി. വെറും 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇസ്രായേലിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഈജിപ്തിന് നഷ്ടമായത് 200-ലധികം യുദ്ധസജ്ജമായ എയർക്രാഫ്റ്റുകളാണ്. ഇസ്രായേലിനാകട്ടെ നഷ്ടം വെറും 19 മാത്രമായിരുന്നു. 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഈജിപ്തിന്റെ 3-2 എയർ ടവറുകളും നാമാവശേഷമായി എന്ന് പറയാം. അറബ് മേഖലയിലെ ഏറ്റവും വലിയ ശക്തി അങ്ങനെ മിനിറ്റുകൾ കൊണ്ട് തകർന്ന് തരിപ്പണമായി. അതിലൂടെ ഓപ്പറേഷൻ ഫോക്കസ് വലിയൊരു വിജയമായി എന്ന് തന്നെ പറയാം. യുദ്ധചരിത്രത്തിൽ തന്നെ ഏറ്റവും വിജയിച്ച കില്ലിംഗ് റേഷ്യോ ഏറ്റവും അധികമായിട്ടുള്ള എയർ ക്യാമ്പയിൻ ആയിരുന്നു ഓപ്പറേഷൻ ഫോക്കസ് എന്നത്. ഈജിപ്തിനെതിരെയുള്ള ആക്രമണത്തിന്റെ ശ്രദ്ധ മാറ്റുവാൻ, ഈ ആക്രമണങ്ങളെ തടയുന്നതിന് വേണ്ടി ജോർദാനും സിറിയയും ഒക്കെ ഇസ്രായേൽ അതിർത്തികളിലേക്ക് കടന്നു കയറി ചില ആക്രമണങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും വിജയം കണ്ടില്ല. ഏതായാലും ഓപ്പറേഷൻ ഫോക്കസ് എന്ന ഒറ്റ നടപടിയിലൂടെ ഇസ്രായേലിന് ഈജിപ്തിന്റെ അതിർത്തികൾക്ക് മുകളിലും സീനായ് മേഖലകളിലുമൊക്കെ വലിയ തോതിലുള്ള എയർ സുപ്പീരിയോറിറ്റി നേടുകയാണ് ഉണ്ടായത്. ഈജിപ്ത് എന്ന വലിയ വ്യോമശക്തി തകർന്നതുകൊണ്ട് തന്നെ ഇസ്രായേലി എയർഫോഴ്സിന് മറ്റു മേഖലകളിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്നതിനും സഹായകമായി മാറി. ഇസ്രായേലിനെ തുടച്ചു നീക്കുവാൻ ഏതാണ്ട് 2 ലക്ഷത്തോളം അറബ് സൈനികരും 1000-ലധികം ടാങ്കുകളും ഒക്കെയായിരുന്നു ഇസ്രായേലി അതിർത്തികളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഒരുമിച്ചുള്ള ഒരു അറബ് ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിനെ പിടിച്ചു നിൽക്കുവാൻ പോലും സാധിക്കാത്തത് കൊണ്ട് തന്നെ ഓപ്പറേഷൻ ഫോക്കസ് അത്യധികം കൃത്യതയോടെ ഇസ്രായേൽ വിജയിപ്പിച്ചു എന്നുകൂടി പറയേണ്ടതുണ്ട്. ഇസ്രായേലിന്റെ ഈ വിജയത്തിന് പിന്നാലെ ഇസ്രായേൽ ജോർദാൻ രാജാവിന് ഒരു സന്ദേശം അയക്കുകയുണ്ടായി. യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്നാൽ ഇസ്രായേൽ ജോർദാനെ ആക്രമിക്കില്ല എന്നതായിരുന്നു ആ സന്ദേശം. എന്നാൽ തകർന്ന് തരിപ്പണമായ ഈജിപ്ത് എന്തു പറയണമെന്ന് പോലും അറിയാത്ത സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവർ കള്ളക്കഥകളും റിപ്പോർട്ടുകളും നിർമ്മിച്ചു. ഇന്ന് ഇത്തരം കള്ളക്കഥകളും റിപ്പോർട്ടുകളും ഒക്കെയും നമുക്ക് AI വഴി കാണുവാൻ വീണ്ടും അവർ അവസരം നൽകുന്നുണ്ട്. ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്കിൽ കനത്ത തിരിച്ചടി നൽകിയെന്നും ഇസ്രായേലിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും 100ഓളം ഫൈറ്ററുകൾ തന്നെ തകർത്തു കളഞ്ഞു എന്നുമാണ് ജോർദാന് ഈജിപ്ത് നൽകിയ സന്ദേശം. അറബ് വിജയം സുനിശ്ചിതമെന്നും ഈജിപ്ത് അന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതിനെ തുടർന്ന് ജോർദാൻ ഇസ്രായേലിന്റെ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്രായേൽ മേഖലകളിലേക്ക് ആക്രമണം നടത്തുകയുണ്ടായി. ജോർദാന്റെ ആക്രമണങ്ങൾ അങ്ങ് ടെൽ അവീവിൽ പോലും നാശനഷ്ടങ്ങൾ വരുത്തി. അങ്ങനെ ജോർദാനും യുദ്ധത്തിൽ പങ്കുചേർന്നു. സിറിയയും ഇറാഖും പല ആക്രമണങ്ങൾ നടത്തി യുദ്ധത്തിലേക്ക് ഇതേ സമയം ഇറങ്ങുകയുണ്ടായി. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഇസ്രായേലി ഫൈറ്ററുകൾ വീണ്ടും കളം നിറയുകയാണ്. ജോർദാൻ
ജോർദാന്റെയും സിറിയയുടെയും ഒക്കെ എയർ ബേസുകളെ ഇസ്രായേലി എയർഫോഴ്സ് വീണ്ടും അപ്രതീക്ഷിതമായി ഈ സമയം ആക്രമിച്ചു. പതിവിന് വിപരീതമായി ഇവിടെ ഇസ്രായേലിനും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ഇസ്രായേൽ ഉദ്ദേശിച്ച രീതിയിലുള്ള നാശനഷ്ടങ്ങൾ എതിർ മേഖലയിൽ സൃഷ്ടിക്കുവാനും അവർക്ക് സാധിച്ചു. അങ്ങനെ പ്രധാനമായും 3 മേഖലകളിൽ ഈജിപ്തിന്റെ സൈന്യമുള്ള ദക്ഷിണ മേഖല, ജോർദാന്റെ സൈന്യമുള്ള വെസ്റ്റ് ബാങ്ക്, സിറിയൻ സൈന്യമുള്ള ഗോലാൻ കുന്നുകൾ എന്നിവിടങ്ങളിൽ യുദ്ധം ആരംഭിക്കുകയാണ്. 1967 ജൂൺ 5 ഉച്ച കഴിഞ്ഞ് ഇസ്രായേൽ എയർഫോഴ്സിന്റെ ചീഫായിരുന്ന ഓപ്പറേഷൻ ഫോക്കസിന് നേതൃത്വം കൊടുത്ത മോത്തിഹോദ് ഇസ്രായേലിന്റെ ഡിഫൻസിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഇസാക് റാബിനോട് ഈജിപ്ഷ്യൻ വ്യോമസേന തകർന്നിരിക്കുന്നുവെന്നും സീനായ് മേഖലയിലടക്കം ഇസ്രായേലിന് പൂർണ്ണ എയർഫോഴ്സ് സുപ്പീരിയോറിറ്റി നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞിരിക്കുന്നുവെന്നും അറിയിച്ചു. അങ്ങനെ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സിന്റെ ഊഴമായിരുന്നു അടുത്തത്. സീനായ് മേഖലയിൽ ഈജിപ്തിന്റെ പട്ടാളം നിലയുറപ്പിച്ചിരിക്കുന്നത് 3 പ്രതിരോധ നിരകൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തേതെങ്കിലും തകർക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേലിന്റെ സൈന്യം സീനായ് മേഖലയിൽ ഡിഫൻസീവ് ഓപ്പറേഷൻ നടത്തുന്നത്. എന്നാൽ അവിടെയും ഈജിപ്ത് എന്ന രാജ്യം തകർന്നടിയുന്നതാണ് യുദ്ധത്തിന്റെ 2ാം ദിനമായ ജൂൺ 6 സാക്ഷ്യം വഹിച്ചത്. ഇത് ബാറ്റിൽ ഓഫ് സീനായ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. 1967 ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുണ്ടായ 6 ദിനത്തിന്റെ 2ാം ദിനം, അതായത് ജൂൺ 6 സീനായ് മേഖലയിൽ കണ്ടത് ഇസ്രായേൽ കരസേനയുടെ അപ്രതീക്ഷിതമായ ആക്രമണവും മുന്നേറ്റവുമാണ്. തലേ ദിവസം ഈജിപ്ഷ്യൻ എയർഫോഴ്സിന്റെ 2/3 ഭാഗവും ഇസ്രായേൽ തകർത്തതോടെ ഈജിപ്തിന് സീനായ് മേഖലയിൽ തീർത്തും എയർ പവർ കൂടി ഇല്ലാതായി എന്ന് വേണം പറയാൻ. എന്നാൽ ഈജിപ്ഷ്യൻ റിപ്പോർട്ടുകളിൽ അത് പ്രതിഫലിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ 80,000-ഓളം വരുന്ന ഈജിപ്ഷ്യൻ സൈനികരും 1000-ലധികം വരുന്ന ടാങ്കുകളും ഒക്കെ നിറഞ്ഞ ഈജിപ്ഷ്യന്റെ പട ഇസ്രായേലിന്റെ സൈന്യത്തെക്കാളും എത്രയോ അധികമായിരുന്നത് കൊണ്ട് തന്നെ അവരൊക്കെ തന്നെയും ആത്മവിശ്വാസത്തിലുമായിരുന്നു. അങ്ങനെ ഇസാക് റാബിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ കരസേന ഇസ്രായേലിനെ ആക്രമിക്കുവാനായി ഒരുങ്ങി നിൽക്കുന്ന ഈജിപ്ഷ്യൻ പടയ്ക്ക് നേരെ ആക്രമണം ആരംഭിച്ചു. 3 പ്രതിരോധ നിരകൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ നിന്നിരുന്ന ഈജിപ്തിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് വിഭാഗത്തെയെങ്കിലും തകർത്ത് അവരുടെ സാന്നിധ്യത്തെ കുറച്ചെങ്കിലും പിറകിലേക്ക് മാറ്റണം എന്നതായിരുന്നു ഇസ്രായേലിന്റെ പ്രഥമ ലക്ഷ്യമെങ്കിലും ഈജിപ്ത് ഒരു ശക്തി പോലുമാകാതെ തകർന്നടിയുന്നതാണ് സത്യത്തിൽ സീനായ് മേഖലയിൽ കണ്ടത്. ഇസ്രായേലി ടാങ്കുകൾ സീനായ് മരുഭൂമിയിലൂടെ അതിവേഗം കുതിക്കുകയും ഈജിപ്തിന്റെ സൈന്യത്തിന് കടുത്ത നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. അങ്ങനെ അതിവേഗം ഇസ്രായേൽ ഈജിപ്തിന്റെ സൈനിക നിരയെ ഭേദിക്കുകയും പല മേഖലകളും നിഷ്പ്രയാസം കീഴടക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ അപ്രതീക്ഷിത മുന്നേറ്റത്തിൽ ഈജിപ്ത് പകച്ചു. സീനായ് മേഖലയിലെ നിർണായക ഇടമായ എൽ അറീഷ് നഗരം അതിവേഗം ഇസ്രായേൽ പിടിച്ചെടുക്കുകയുണ്ടായി. അതിനപ്പുറം നിർണായക പോയിന്റായ അബു അജീലയും ഇസ്രായേൽ പിടിച്ചെടുത്തതോടെ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന അമർ ഈജിപ്ത് സൈന്യത്തോട് പിന്മാറുവാൻ ആവശ്യപ്പെട്ടു. അത് ഈജിപ്ത് സൈന്യത്തിന്റെ സമ്പൂർണ്ണമായ തകർച്ചയ്ക്കും യുദ്ധത്തിനും ഈജിപ്തിന്റെ തോൽവികൾക്കുമെല്ലാം കാരണമായി മാറി. പിന്മാറിയിരുന്ന ഈജിപ്ത് സൈന്യത്തെ ഇസ്രായേൽ കടന്നുകയറി കൂടുതൽ ആക്രമിക്കുകയുണ്ടായി. അബ്ദുൽ ഹക്കീം അമറിന്റെ നടപടികളാണ് യുദ്ധത്തിൽ ഈജിപ്തിന് സമ്പൂർണ്ണ പരാജയം വരുത്തിവെച്ചത് എന്ന വിമർശനം വലിയ തോതിൽ തന്നെ ഉയർന്നു വന്നു. പല ആധുനിക ചരിത്രകാരന്മാരും അതിനെ ശരിവയ്ക്കുന്നുമുണ്ട്. യുദ്ധസമയത്ത് ഈജിപ്തിന്റെ ഏറ്റവും മികച്ച സേനാ വിഭാഗങ്ങളിൽ എല്ലാം തന്നെ യമനിലായിരുന്നുവെന്നതും ശ്രദ്ധേയമായ ഒരു പോയിന്റാണ്. ഒരുപക്ഷെ ഇസ്രായേലിനെ വില കുറച്ചു കണ്ടു എന്നുകൂടി ഇവിടെ പറയാം. ഏതായാലും യുദ്ധത്തിലെ സമ്പൂർണ്ണ തോൽവിയെ തുടർന്ന് ജനകീയനായി നിന്നിരുന്ന അമർ തീർത്തും അപ്രിയനാവുകയും ചുമതലകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അധികം താമസിയാതെ തന്നെ മരണപ്പെടുകയുണ്ടായി. ഈജിപ്ത് സൈന്യം റിട്രീറ്റ് ചെയ്തതോടെ സീനായുടെ മിക്ക മേഖലകൾ ഇസ്രായേലിന്റെ കൈകളിലേക്ക് എത്തി. പിറ്റേ ദിവസം ഉച്ചയോടെ തുറമുഖ മേഖലയായ ഷാം എൽ ഷെയ്ഖ് തന്നെ ഇസ്രായേൽ പിടിച്ചെടുക്കുകയുണ്ടായി. അത് പിടിച്ചെടുത്തതോടെ ഈജിപ്ത് സൃഷ്ടിച്ച ബ്ലോക്കേജ് തകർക്കുവാനും കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുവാനും ഇസ്രായേലിനായി. ചുരുക്കിയാൽ ഈജിപ്തിന്റെ പല നടപടികളിലെ പിഴവുകളും ഇസ്രായേലിന്റെ പല തന്ത്രങ്ങളും കൊണ്ടുതന്നെ ശക്തമായ ഒരു യുദ്ധമെന്ന് പോലും പറയാനാകാതെ ഈജിപ്ത് സീനായ് മേഖലയിൽ തകർന്ന് തരിപ്പണമാവുകയാണ് ഉണ്ടായത്. അത് യുദ്ധത്തിലെ ഈജിപ്തിന്റെ സമ്പൂർണ്ണമായ തോൽവിക്കും കാരണമായി മാറി. ഇതേ സമയം തന്നെ ഇസ്രായേൽ അടുത്ത നീക്കവും നടത്തി തുടങ്ങി. അത് ജോർദാന്റെ നിയന്ത്രണത്തിലുള്ള കിഴക്കൻ മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇസ്രായേൽ അടുത്തതായി ചെയ്യുന്നത്. കിഴക്കൻ മേഖലയാകട്ടെ പുണ്യഭൂമിയായ ജെറുസലേം ഉള്ളത് കൊണ്ട് തന്നെ നിർണായകവുമാണ്. പുണ്യഭൂമിയായ ചരിത്ര പ്രധാനമുള്ള മേഖലയായതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കടുത്ത ആക്രമണങ്ങൾ നടക്കില്ല. ജോർദാന്റെ നിയന്ത്രണത്തിലെ കിഴക്കൻ മേഖലകളും ഇസ്രായേൽ സേന അവരുടെ ഓപ്പറേഷൻ നടത്താൻ തീരുമാനിക്കുകയും മുന്നോട്ട് പോവുകയുണ്ട്. പഴയ നഗരത്തെ കാണാൻ പറ്റുന്ന മൗണ്ട് സ്കോപ്പസ് എന്ന സ്ട്രാറ്റജിക്കലി പ്രാധാന്യമേറെയുള്ള ഉയർന്ന പ്രദേശത്തെ ഇസ്രായേൽ ഉച്ചയോടുകൂടെ തന്നെ അത് പിടിച്ചെടുക്കുകയുണ്ടായി. എന്നാൽ ഈ പ്രദേശത്ത് ഇസ്രായേലിന് മുന്നേറുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഓൾഡ് സിറ്റിയിൽ നിലയുറപ്പിച്ചിരുന്ന ജോർദാൻ സൈന്യത്തിന് നേരെ ബോംബ് ആക്രമണങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കുക സാധ്യമായിരുന്നില്ല. കാരണം ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശത്തിന് ഒന്നും പറ്റരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു. ജൂത വിഭാഗവും ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഒക്കെയും നിർണായകമായി കാണുന്ന പ്രദേശം കൂടിയാണ് ജെറുസലേം. അതുകൊണ്ട് തന്നെ സൈനികമായ മുന്നേറ്റം തന്നെ അവിടെ കൈക്കൊള്ളുവാൻ തീരുമാനിച്ചു. ഇതേസമയം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഈജിപ്ത് ഇതുവരെയും ഇല്ലാത്ത സൈന്യത്തെയാണ് സീനായ് മേഖലയിൽ കൊണ്ടുവന്നത് എന്നും ഞങ്ങളെ ഇല്ലാതാക്കാനുള്ള ലക്ഷ്യങ്ങളെയെല്ലാം തകർത്ത് കളയുമെന്നും ഇസ്രായേൽ
UN-ൽ പ്രഖ്യാപിച്ചു. ഇതേസമയം ഈജിപ്തിനെ പിന്തുണയ്ക്കുന്ന സോവിയറ്റ് യൂണിയനോട് പ്രശ്നത്തിൽ ഇടപെടാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനും ഇസ്രായേൽ ആവശ്യപ്പെട്ടു. എന്നാൽ അതിലൊന്നും തന്നെയും ഫലമുണ്ടായില്ല. അങ്ങനെ ഇസ്രായേൽ അതിർത്തികളിൽ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിന്റെ 3-ാം ദിവസം നിർണായകമായ ഒരു സംഭവമുണ്ടായി. അതാണ് ജെറുസലേം ആക്രമണം. തലേ ദിവസം തന്നെ ഇസ്രായേൽ സേന നിർണായകമായ മൗണ്ട് സ്കോപ്പസ് പിടിച്ചെടുക്കുകയും അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. പിറ്റേന്ന് ഓൾഡ് സിറ്റിയെ തന്നെ കീഴടക്കുവാൻ ഇസ്രായേൽ തീരുമാനിച്ചു. ഇസ്രായേൽ രൂപീകരണത്തിനപ്പുറം, അതായത് 1948 ഇപ്പുറം ഈസ്റ്റേൺ ജെറുസലേം എന്നത് ജോർദാന്റെ കൈകളിലാണ്. ചരിത്രപ്രസിദ്ധമായതും അന്ത്യകാലഘട്ടത്തിൽ നിർണായകവുമായ ഇടമാണ് ജെറുസലേം ദേവാലയം എന്നത്. എന്നാൽ ജെറുസലേം ജോർദാന്റെ കൈകളിലായിരുന്നതിനാൽ ജെറുസലേം ദേവാലയത്തിന്റെ തകർന്ന ഇടത്ത് പോലും യഹൂദന് കയറി ചെല്ലുവാൻ അന്ന് വളരെ പ്രയാസമായിരുന്നു. പഴയ നഗരവും ടെമ്പിൾ മൗണ്ടും ഒക്കെ ജോർദാന്റെ മേഖലകളിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. അങ്ങനെ 19 വർഷത്തിന് ശേഷം ഇസ്രായേലിൽ ഈ മേഖലയിലേക്ക് ആക്രമണം തന്നെ നടത്തുകയാണ്. വലിയ ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ സാധിക്കാതിരുന്നത് കൊണ്ട് തന്നെ ജൂൺ 7 രാവിലെ ഇസ്രായേലി സൈന്യം ഹോളി സിറ്റിയിലേക്ക് കടന്നു കയറുകയുണ്ടായി. യാതൊരു പിന്തുണയും ഇല്ലാതെയായിരുന്നു ഈ സൈനിക മുന്നേറ്റം നടത്തിയത്. പഴയ നഗരത്തിനും നിർമ്മിതികൾക്കും കേടുപാടുകൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു ഇത്. ഉച്ചവരെ അതിശക്തമായ യുദ്ധമാണ് ഈ മേഖലയിൽ നടന്നത്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് റേഡിയോയിൽ ഒരു സന്ദേശമെത്തി. The temple mount is in our hands എന്ന സന്ദേശമാണ് ഇസ്രായേൽ ജനതയ്ക്ക് മേൽ അന്ന് മുഴങ്ങിയത്. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ജൂതരാഷ്ട്രം രൂപീകരിച്ച് 19 വർഷങ്ങൾക്ക് ശേഷം ജൂതന്മാർക്ക് വിലാപ മധ്യത്തിൽ എത്തുവാനും പ്രാർത്ഥിക്കുവാനും അവസരം ലഭിച്ചു. അന്നേ ദിവസം വലിയ ചടങ്ങുകളൊക്കെ അവിടെ സംഘടിപ്പിക്കപ്പെട്ടു. അതേസമയം മൗണ്ട് സ്കോപ്പസിൽ വെച്ച് IDF ചീഫായിരുന്ന ഇസാക്ക് റാബി നടത്തിയ പ്രസംഗം ഇസ്രായേൽ ജനതകൾക്കിടയിൽ ഇന്നും ലോകപ്രസിദ്ധമാണ്. ജെറുസലേം ഇസ്രായേൽ കീഴടക്കിയതിനപ്പുറം വെസ്റ്റ് ബാങ്കിന് ചുറ്റുമുള്ള മേഖലകളിലേക്കും സേനാ വിന്യാസം നടത്തുകയുണ്ടായി. നഗരങ്ങൾ ഹെബ്രോൺ, ബെത്ലഹേം തുടങ്ങിയ പലയിടങ്ങളും ഘട്ടം ഘട്ടമായി ഇസ്രായേൽ പിടിച്ചടക്കുകയുണ്ടായി. അങ്ങനെ വെസ്റ്റ് ബാങ്കിനെ തന്നെ ഇസ്രായേൽ പിടിച്ചടക്കുന്നതിനുള്ള മുന്നേറ്റങ്ങൾ നടത്തി. ജോർദാൻ വെസ്റ്റ് ബാങ്കിനെ നിയന്ത്രിച്ചിരുന്ന സമയത്ത് ഇസ്രായേലിന്റെ കുറഞ്ഞ വീതി എന്നത് 14 കിലോമീറ്റർ മാത്രമായിരുന്നു. അത് ഇസ്രായേലിന്റെ ഏറ്റവും ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങളിൽ ഒന്നുമായിരുന്നു. കാരണം ഈ മേഖലകളിലേക്ക് വെസ്റ്റ് ബാങ്കിന്റെ ഉയർന്ന മേഖലയിൽ നിന്ന് ആക്രമണങ്ങൾ നടത്തുവാനും ഇസ്രായേലിന് രാജ്യത്തെ തന്നെ രണ്ടായി മുറിക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു. ഒപ്പം ആക്രമണങ്ങൾ ടെല്ലവീവിനെ പോലും ബാധിക്കുകയും ചെയ്യുമായിരുന്നു. ഏതായാലും വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തതിലൂടെ ഇസ്രായേലിന്റെ വീതി എന്നത് ചുരുങ്ങിയത് 70 കിലോമീറ്ററിലധികമായി മാറി. ഉയർന്ന മേഖലകൾ ലഭിച്ചതുകൊണ്ട് തന്നെ സുരക്ഷാ വലയം വർദ്ധിപ്പിക്കുവാനും ഇസ്രായേലിനായി. മരുഭൂമി കണക്കെയുള്ള ജോർദാൻ വാരിയിൽ സൈനിക വിന്യാസം സൃഷ്ടിച്ചുകൊണ്ട് ജോർദാൻ അതിർത്തികളിൽ ഇസ്രായേൽ സ്ഥിതിഗതികൾ കൂടുതൽ സുരക്ഷിതമാക്കി. വെസ്റ്റ് ബാങ്കിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെ അവിടെയും സ്ഥിതി സുരക്ഷിതമാക്കുവാൻ നടപടികളുണ്ട്. സീനായ് മേഖലയിൽ ഇതേ സമയം ഈജിപ്ത് തകർന്നടിഞ്ഞത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇസ്രായേലിനെ തകർക്കുവാൻ വന്ന ഈജിപ്തിന്റെ തന്ത്രപ്രധാനമായ സൂയസ് കനാൽ തന്നെ ഇസ്രായേൽ ആക്രമിക്കുന്ന അവസ്ഥ വന്നു. അതിലൂടെ ആ ദിവസം രാത്രി ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തലിനും അത് കാരണമായി മാറി. അങ്ങനെ സീനായ് മേഖലയിലും വെസ്റ്റ് ബാങ്ക് മേഖലയിലും ഇസ്രായേൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഈ സമയം അങ്ങ് വടക്ക് ഗോലാൻ കുന്നുകൾ നൽകിയ സ്ട്രാറ്റജിക് പ്രാധാന്യത്തിന്റെ ഫലത്തിൽ സിറിയൻ പട ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ഗോലാൻ കുന്നുകളായിരുന്നു. ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുണ്ടായ 6 ദിന യുദ്ധത്തിന്റെ 5-ാം ദിനം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ യുദ്ധത്തിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങുകയാണ്. അതുവരെയും ഈജിപ്ത് ഇസ്രായേലിനെതിരെ വിജയിക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ നൽകിയിരുന്നത് എങ്കിൽ ജൂൺ 9-ാം തീയതി ഈജിപ്തിന്റെ പ്രസിഡന്റായ ഗമാൽ അബ്ദുൽ നാസർ തന്നെ നാഷണൽ ടെലിവിഷന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും സംസാരിക്കുകയും ചെയ്തു. അതിൽ ഈജിപ്തിന്റെ തോൽവിയെ പറ്റിയുള്ള യാഥാർത്ഥ്യം അദ്ദേഹം സംസാരിക്കുകയും തുടർന്ന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സ്വയം രാജി പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കയുടെയും ബ്രിട്ടീഷിന്റെയും സഹായം ഇസ്രായേലിന് ലഭിച്ചതായി നാസർ അന്ന് ആരോപിക്കുകയും ചെയ്തു. ഏതായാലും നാസറിന് ഈജിപ്ഷ്യൻ ജനതയുടെ പിന്തുണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രാജിക്കെതിരെ വലിയ തോതിലുണ്ടായ പ്രകടനങ്ങളും ഉണ്ടായി. തുടർന്ന് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ രാജി പിൻവലിക്കുകയും ചെയ്തു. ഏതായാലും 6 ദിന യുദ്ധത്തിന്റെ 5-ാം ദിവസത്തിൽ തന്നെ ഇസ്രായേലിന് വലിയൊരു വിജയം നൽകുകയുണ്ടായി. ഈജിപ്തും ജോർദാനും പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി ഇസ്രായേലിന് മുന്നിലുള്ളത് വടക്കൻ ദേശത്തെ സിറിയ മാത്രമാണ്. ഗോലാൻ കുന്നുകൾ നൽകിയ ഭൂമിശാസ്ത്രപരമായ അഡ്വാൻറ്റേജസ് കൂടെ സിറിയയ്ക്കുണ്ടായിരുന്നു. എന്നാൽ അതൊരു പൂർണ്ണ യുദ്ധവും ആയിരുന്നില്ല. ഇസ്രായേൽ മേഖലകളെ വ്യക്തമായി കാണാനാകുന്ന ഗോലാൻ കുന്നുകളുടെ മുകളിൽ സിറിയൻ ആധിപത്യം ഇസ്രായേലിന് എന്നും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. സിറിയയ്ക്ക് ആ മേഖലയിൽ ഇതുകൊണ്ട് തന്നെ മുൻതൂക്കവും നൽകിയിരുന്നു. എന്നാൽ ആ ദിവസം രാവിലെ 11 തന്നെ ഇസ്രായേലിന്റെ സൈന്യം ഗോലാൻ കുന്നുകളുടെ താഴെ വരെ എത്തുകയുണ്ടായി. താഴെ മേഖലകളൊക്കെ തന്നെയും കീഴടക്കിയെങ്കിലും ഗോലാൻ കുന്നുകൾ സിറിയയ്ക്ക് ഒപ്പം ആ ദിവസവും അങ്ങനെ തന്നെ നിലനിൽക്കുകയുണ്ടായി. അങ്ങനെ രൂക്ഷമായ ആക്രമണങ്ങൾ ഇരു കൂട്ടരും തമ്മിൽ ആ ദിവസവും തുടർന്നു. അങ്ങനെ യുദ്ധത്തിന്റെ അവസാന ദിവസം വരികയാണ്. ജൂൺ 10-ാം തീയതിയായിരുന്നു അത്. ഈ സമയം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെയും വെടിനിർത്തലിനായി നിർണായക ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിൽ വിജയിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ വെടിനിർത്തലിന് ഇസ്രായേൽ ഈ സമയം തയ്യാറാകുന്നില്ല. ഗോലാൻ കുന്നുകളെ ഉപയോഗിച്ച് സിറിയയ്ക്ക് ഏത് സമയം വീണ്ടും ആക്രമിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ
പ്രധാനമന്ത്രിയായ എഷ്കോൾ വെടിനിർത്തൽ ചർച്ചകളിലൂടെ നീട്ടുകയാണ് ഉണ്ടായത്. ഇതേസമയം ഇസ്രായേലി സൈന്യം ഗോലാൻ കുന്നുകളിലെ ഹൈ ഗ്രൗണ്ടുകൾ പോലും ലക്ഷ്യം വെക്കുകയും ചെയ്തു. മുന്നേറ്റത്തിനായുള്ള എഷ്കോളിന്റെ സന്ദേശവും ഈ സമയം ഇസ്രായേൽ സൈന്യത്തിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ സിറിയൻ പോസ്റ്റുകൾക്ക് നേരെ രണ്ടും കൽപ്പിച്ച് ഇസ്രായേൽ സേന മുന്നേറുകയും ഗോലാൻ കുന്നുകളുടെ ഉയർന്ന മേഖലകളിലേക്ക് കടന്നു കയറുകയും ചെയ്തു. യുദ്ധത്തിന്റെ അവസാന ദിവസം ഉച്ചയായതോടുകൂടി സിറിയയുടെ തന്ത്രപ്രധാനമായ പോസ്റ്റുകൾ പലതും തകർന്നു വീണു. സിറിയൻ ശക്തി കേന്ദ്രങ്ങൾ തകർന്ന് അധികം താമസിയാതെ തന്നെ ഇസ്രായേൽ ഗോലാൻ കുന്നുകളും പിടിച്ചടക്കുകയുണ്ടായി. അങ്ങനെ യുദ്ധം അവസാനിച്ചെന്ന് തന്നെ പറയാം. 6 ദിനം കൊണ്ട് ഇസ്രായേൽ വിജയിച്ചപ്പോൾ അറബ് മേഖലയ്ക്ക് 6 ദിവസം കൊണ്ടുണ്ടായ നഷ്ടം വിവരിക്കുന്നതിനും അപ്പുറമായിരുന്നു. ഇസ്രായേൽ വളഞ്ഞത് 2 ലക്ഷത്തിലധികം അറബ് സൈനികരാണ്. എന്നാൽ 6 ദിനം കൊണ്ട് ഇസ്രായേൽ ആ യുദ്ധം തന്നെ വിജയിച്ചിരിക്കുന്നു. നേരെ തിരിച്ച് ആയിരക്കണക്കിന് അറബ് സൈനികർ ഇതിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഇസ്രായേലിന് അവരുടെ ശക്തി തെളിയിക്കുന്നതിനുള്ള ഒരു അവസരമായി കൂടി 6 ദിന യുദ്ധം സഹായകമായി മാറി. ഇസ്രായേലിന്റെ സ്ഥിതി കൂടുതൽ സുരക്ഷിതമാക്കിക്കൊണ്ട് സിറിയയിൽ നിന്ന് ഗോലാൻ കുന്നുകളും ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് മേഖലയും ഈജിപ്തിൽ നിന്ന് സീനായ് മേഖലയും പിടിച്ചെടുക്കുകയുണ്ടായി. പിൻകാലത്ത് സമാധാന കരാറുകളിലൂടെയൊക്കെ അതിർത്തികൾക്ക് മാറ്റം വരുത്തുകയുണ്ടായെങ്കിലും ഒരു രാജ്യം ഒരു വലിയ യുദ്ധത്തെ എങ്ങനെ അതിജീവിക്കാം എന്ന് ലോകം നോക്കിയതിൽ നിന്ന് നേരെ തിരിച്ച് ആ രാജ്യം എതിരാളികളെ പരാജയപ്പെടുത്തുകയും സമ്പൂർണ്ണ വിജയം നേടിയ ഒരു സന്ദർഭമായി കൂടി മാറി എന്നതാണ് ചരിത്രം. പിന്നീടുള്ള കാലങ്ങളിലും അറബ് ഇസ്രായേൽ മേഖലകൾ തമ്മിലുള്ള ബന്ധം കലുഷിതമായി തന്നെ തുടർന്നു. യുദ്ധങ്ങളും ഉണ്ടായി. ആദ്യമായി ഒരു സമാധാന കരാർ ഇസ്രായേലുമായി ഒപ്പിടുന്നത് ഈജിപ്തിന്റെ രാജ്യമാണ്. അതും 1979 മാത്രം. അതിനെ തുടർന്ന് ഇസ്രായേൽ സീനായ് മേഖലയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. യുദ്ധങ്ങൾക്കപ്പുറം തുടർന്നും ഇത് ഇന്നും പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുകൂടി പറയേണ്ടതുണ്ട്. ഇസ്രായേൽ എന്ന രാജ്യം അന്ത്യകാലം എത്തുമ്പോൾ ഒന്നിച്ചു കൂടുമെന്നത് ബൈബിൾ പ്രവചനമാണ്. 1948 അത് സംഭവിക്കുകയും ചെയ്തു. ഇനി ആ രാജ്യത്ത് സംഭവിക്കേണ്ട പ്രവചനങ്ങളും പൂർത്തീകരണങ്ങളും ധാരാളം ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന രാജ്യം ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരിടവുമാണ്. വെളിപാടിന്റെ പുസ്തകത്തിലെ പല നിർണായക സംഭവങ്ങളും സാക്ഷ്യം വഹിക്കുവാൻ ഇസ്രായേൽ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണമെന്നത് ദൈവനിശ്ചയമാണ്. അത് മാറ്റുവാൻ ആരാലും സാധിക്കില്ല. ഇസ്രായേലിൽ ഇനി സംഭവിക്കുവാൻ പോകുന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണ കാലമാണ്. അത് കാത്തിരുന്ന് തന്നെ കാണും. നിങ്ങൾ അന്ത്യകാലത്തെ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇസ്രായേലിനെ വീക്ഷിക്കുവാൻ മറന്നുപോകരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ആവേ മരിയ. ശാലോം അലൈക്കും.